2025 കുംഭമേളയുടെ സമയത്ത് ഏതോ ഒരു വ്യക്തിയുടെ ക്യാമറ കണ്ണിൽ പെട്ട് ഫേമസ് ആയ ഒരു പെൺകുട്ടിയായിരുന്നു മൊണാലിസ. കുംഭമേള കാണാൻ പോകുന്നതിനേക്കാൾ തിരക്ക് മൊണാലിസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവസാനം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ ഈ പെൺകൊച്ചിനെ നാട്ടിലോട്ട് അയക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഈ ആൾക്കാർ ചെല്ലുന്നത് കാരണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ന്യൂസ് ചാനൽസിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഈ മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയും പെൺകുട്ടിയുടെ കാമുകനും കൂടെ കേരളത്തിലോട്ട് വന്ന് ഇവിടെ വച്ച് പാർട്ടിക്കാരുടെ സഹായത്തോടെ കല്യാണം കഴിച്ചു എന്നുള്ള ന്യൂസാണ്. മൊണാലിസ ഒരു ക്രിസ്ത്യാനിയും ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിമുമാണ്. ഇവിടെ മൊണാലിസ ക്രിസ്ത്യാനി ആയതോ കാമുകൻ മുസ്ലിം ആയതോ അല്ല വിഷയം. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള മൊണാലിസ എന്ന് പറയുന്ന പെൺകുട്ടിയെ നമ്മുടെ മന്ത്രിമാരും മീഡിയ ചാനൽസും കൂടെ കല്യാണം കഴിച്ച് വിട്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ആ പെൺകൊച്ചിനൊരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ നല്ലൊരു ഭാവിയോ അതോ അല്ലെങ്കിൽ നല്ലൊരു കരിയറോ ഇല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കല്യാണം കഴിച്ച് വിട്ടത്? നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും ഫേമസ് ആക്കി മീഡിയക്കാരെയും മറ്റും ആൾക്കാരെയും വിളിച്ചു വരുത്തി നിങ്ങൾ കല്യാണം കഴിച്ച് വിടുമായിരുന്നു? ചെയ്യില്ല. കാരണം നിങ്ങൾ ആദ്യം നോക്കുന്നത് അവർക്കൊരു ഭാവി ഉണ്ടാക്കാൻ, ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ, ഒരു ജോലി ഉണ്ടാക്കാനൊക്കെ ആയിരിക്കും. ഇവിടെ എന്തുകൊണ്ട് അത് ചെയ്തില്ല? ആരാൻ്റെ മോളായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ രാഷ്ട്രീയമായിട്ട് ഇതിലൊരു അജണ്ടയുണ്ട്. എന്ത്? ഇപ്പം കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗണ്ട മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. സോ ഇത് വെച്ചിട്ട് ഇതാണ് കേരളം, ഇങ്ങനെയാണ് കേരളം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് കാണിച്ചു വെച്ചതെങ്കിൽ തെണ്ടിത്തരം എന്ന് പറയാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. ഇന്നലെ മാധ്യമങ്ങളോട് ഇവർ സംസാരിക്കുന്ന സമയത്ത് ഈ പയ്യൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങൾ കറങ്ങാൻ വേണ്ടി വന്നതാണ്, ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല ക്ഷേത്രം, നല്ല ആംബിയൻസ്, അപ്പോൾ കല്യാണം കഴിക്കണം തോന്നി, കല്യാണം കഴിച്ചു. അപ്പോൾ നിങ്ങളെന്തിനാ പോലീസ് സ്റ്റേഷനിൽ പോയി? വീട്ടുകാർ ഉപദ്രവിക്കുന്നു, വീട്ടുകാർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത് അവിടെ നിന്ന് പോലീസുകാർ വീട്ടുകാരെ വിളിച്ച് വരുത്തി സംസാരിച്ച് അവസാനം ഇവിടെ വരെ എത്തി? അത് കഴിഞ്ഞ് അവൻ പറയുന്നുണ്ട് മൊണാലിസ എന്നെ ഇങ്ങോട്ട് കയറി പ്രപ്പോസ് ചെയ്തതാണെന്നൊക്കെ. സോ വാട്ട്? അതെന്തിനാണ് ഈ മാധ്യമങ്ങളോട് ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യം? ഈ ചെക്കൻ്റെ സംസാരം, ഇവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഇവൻ സേഫായിട്ട് ഇരിക്കും എന്നുള്ളത്. എൻ്റെ തോന്നലാണ്. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ പൊങ്കാലിടാൻ വരണ്ട. കാരണം ഇവൻ മീഡിയക്കാർ ചോദിക്കുന്നതിന് മുമ്പ് ഇവൻ പലതും അങ്ങോട്ട് വിളിച്ചു പറയാനുള്ള വ്യഗ്രതയിലാണ് ഇവൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും അവൾ എന്നെ പ്രപ്പോസ് ചെയ്തതാണ്, അവൾ എൻ്റെ അടുത്ത് വന്ന് ഇഷ്ടം പറഞ്ഞതാണ്, എല്ലാം അവളാണ് ചെയ്തത്, ഞാൻ ചുമ്മാ നിന്ന് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത്. 18 വയസ്സ് മാത്രമുള്ള ഒരു പെങ്കൊച്ചിനെ 26 വയസ്സുള്ള ഒരു ചെറുക്കൻ്റെ കാലം നിങ്ങളിപ്പം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവിക്കോ സുരക്ഷിതത്വം എന്ന് പറയുന്ന കാര്യം ലൈഫ് ലോങ് ഉണ്ടാവും എന്നുള്ളത് ഈ മീഡിയക്കാർക്കോ അല്ലെങ്കിൽ ഈ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തിരക്ക് കാണിച്ച മന്ത്രിമാർക്കോ ഉണ്ടോ? അവർ ഇന്നലെ വന്നു എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും താലിയും റെഡി, പുടവ റെഡി, കല്യാണം കഴിക്കാനുള്ള സിറ്റുവേഷൻ റെഡി. അതിന് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കല്യാണം കഴിപ്പിക്കാൻ മന്ത്രിമാരും മീഡിയക്കാരും ബാക്കിയുള്ള ആൾക്കാരും. എന്നാൽ പിന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് കല്യാണം കഴിച്ചാൽ പോരെ? മന്ത്രിമാരും ബാക്കിയുള്ള ആൾക്കാരും കൂടെ സപ്പോർട്ട് നിൽക്കുമല്ലോ. ഇന്ന് കുറച്ച് മുമ്പ് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. മനസ്സിലായോ? 2025 ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പം അത് കാണാനില്ല, ഇപ്പം അത് മുക്കി. അതിൽ ആ പെങ്കൊച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്നത് തന്നെ അതിൻ്റെ 16ാമത്തെ വയസ്സെങ്ങാണ്ടാണ്. അപ്പോൾ ഈ വർഷം അതിന് 17 വയസ്സേ ആവത്തുള്ളൂ. അതുപോലെ ഈ കൊച്ച് ഫേമസ് ആയിരുന്ന സമയത്ത് എല്ലാ മീഡിയക്കാരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കൊച്ചിന് 16 വയസ്സാണ് എന്നാണ്. അപ്പോൾ അതെങ്ങനെ ഈ വർഷം 18 ആവും? ഈ വർഷമാകുമ്പോൾ ആ കൊച്ചിന് 17 വയസ്സല്ലേ ആവത്തുള്ളൂ. ഇനി ആ പെങ്കൊച്ച് കള്ളം പറഞ്ഞതാണോ അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് 16 വയസ്സാണ് എന്നുള്ളത്
അവരും അവരുടെ വീട്ടുകാരും കള്ളം പറഞ്ഞ് ഉണ്ടാക്കിയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ ജനൻ ടി വിയിൽ ഈ കൊച്ചിൻ്റെ അമ്മയുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. ആ വോയിസിൽ ഈ കൊച്ചിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഈ വൈറലാവുന്ന സമയത്ത് ഈ പെങ്കൊച്ചിന് 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അത് ശരിയാണെങ്കിൽ ഈ വർഷം ആ പെങ്കൊച്ചിന് 17 വയസ്സേ ഉള്ളൂ. അതുപോലെ ഗൂഗിളിൽ എങ്ങാണ്ട് പോയി നോക്കിയപ്പം അവിടെ കാണിക്കുന്നുണ്ട് 21 വയസ്സാണെന്നുള്ളത്. ഇവരൊരു പ്രൂഫ് കാണിച്ചിട്ടുണ്ട്. ആ പ്രൂഫിലും പറയുന്നുണ്ട് 21 വയസ്സാണെന്നുള്ളത്. പക്ഷേ ഈ 16 വയസ്സാണെന്നുള്ളത് ഈ ഫാമിലി എന്തുകൊണ്ട് പറയുന്നു? ഈ ടൈംസ് ഓഫ് ഇന്ത്യ അതിലടക്കം വരുന്നത് ഈ കൊച്ചിന് 16-ാം വയസ്സിലുള്ള ഇതാണ്. അതായത് ആ കുംഭമേളയുടെ സമയത്ത് ഈ പെങ്കൊച്ചിന് 16 വയസ്സേ ഉള്ളൂ എന്നാണ്. ഇവിടെ ആർക്കാണ് എവിടെയാണ് തെറ്റുപറ്റിയത്? അതൊരു ചോദ്യമാണ്. ഈ പെൺകുട്ടി 16 വയസ്സാണ് എന്നുള്ളത് ആൾക്കാരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ? അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് ശരിക്കും 16 വയസ്സ് മാത്രമായിരുന്നു ആ സമയത്ത്? അങ്ങനെയാണെങ്കിൽ ഈ പെൺകൊച്ചിന് ഇപ്പോൾ 17 വയസ്സാണ് പ്രായം. ഇതൊക്കെ ഫുൾ കൺഫ്യൂഷനിലായിട്ട് നിൽക്കുകയാണ് ആൾക്കാർ. അതുപോലെ നമ്മുടെ മന്ത്രിമാരോടൊന്ന് ചോദിക്കട്ടെ. നമ്മളൊരു രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സമയത്ത് ഇവർ 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് ഇടും. ഇവിടെ 30 ദിവസത്തെ നോട്ടീസ് പീരീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് 30 ദിവസത്തെ നോട്ടീസ് പീരീഡൊക്കെ ഇട്ടിട്ട് ആ ഒരു സമയത്ത് ആർക്കും എതിർപ്പില്ലെങ്കിലാണ് വന്ന് കല്യാണം കഴിപ്പിക്കുക. ഈ മൊണാലിസയുടെ കാര്യത്തിൽ ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇന്നലെ തന്നെ രജിസ്ട്രേഷനും കഴിഞ്ഞ് ഇന്നലെ തന്നെ സർട്ടിഫിക്കറ്റും കിട്ടി. അപ്പോൾ ഈ പാവങ്ങളെ വിഡ്ഢികളും പൈസയുള്ള ആൾക്കാർക്ക് എന്തുമാവാം എന്നുള്ള മൈൻഡ് സെറ്റും കൊള്ളാമല്ലേ? നല്ലതാ. ഇൻ ഫ്യൂച്ചറിൽ ഈ പെങ്കൊച്ചിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയാൻ പോകുന്നത് ഈ കേരളക്കാരെക്കുറിച്ച് തന്നെ ആയിരിക്കും. ഇപ്പം കേരള സ്റ്റോറി 2 മാത്രമേ വന്നിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് കേരള സ്റ്റോറി 3 എഴുതി തുടങ്ങിക്കാണും. ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അധികം വൈകാതെ കേരള സ്റ്റോറി 3 എന്ന് പറഞ്ഞിട്ട് ഈ വിഷയത്തിനെ സംബന്ധിച്ച് അടുത്ത മൂവി നമുക്ക് കാണാം. ഇവിടെ വന്നിട്ട് കല്യാണം നിങ്ങൾ കഴിപ്പിച്ചു, ഇനി ആ കൊച്ചിൻ്റെ ദേഹത്ത് ഒരു പോറൽ വീണാൽ പോലും മന്ത്രിമാരാണേലും ഈ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന് ഉത്സാഹിച്ച ആൾക്കാരാണേലും കൊടുങ്ങും. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണമായിരുന്നു നിങ്ങൾ ഈ കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ്. പിന്നെ ആ ചെറുക്കൻ്റെ കാര്യത്തിൽ ഞാൻ ആ തുടക്കത്തിലും പറയുന്നു, ഇപ്പോഴും പറയുന്നു, ആ ചെറുക്കൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല. എന്തോ ഒരു എന്താപ്പാ പറയാം, നമ്മളിപ്പം സിനിമയിലൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു താൽക്കാലികത്തേക്ക് ഒരു ആക്ടിങ് അത്രമാത്രമാണ് അവൻ്റെ മനസ്സിലെന്ന് തോന്നുന്നു. അവൻ്റെ ഉത്സാഹമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അഥവാ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തൂങ്ങും. പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയാണ്.